ഹായ് യൂട്യൂബ് ഡ്രീംബക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് DJI Osmo Action എന്ന് പറയുന്ന ആക്ഷൻ ക്യാമിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. DJIയുടെ Osmo Action എന്ന ക്യാമറ ഒരു GoPro കില്ലർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് DJIയുടെ ബോക്സിലെ കണ്ടൻസ് നോക്കിയാൽ ഓഫ് കോഴ്സ് ഒരു ആക്ഷൻ ക്യാമറ, പിന്നെ ബാറ്ററി, USB കേബിളുണ്ട്, പിന്നെ 2 മൗണ്ട്, ഒരു ബാറ്ററി കേസ്, പിന്നെ ക്യാമറയുടെ കേസ്. ഇത്രയാണ് ബോക്സിലെ കണ്ടൻസ്. ഇനി ക്യാമറയുടെ ഫീച്ചേഴ്സ് നോക്കിയാൽ ഇതൊരു ഡുവൽ സ്ക്രീൻ ക്യാമാണ്. പിന്നെ 11 മീറ്റർ വാട്ടർ പ്രൂഫ് പറയുന്നുണ്ട്, 8x സൂം, പിന്നെ സ്റ്റെബിലൈസേഷൻ ഫീച്ചറായ റോക്ക് സ്റ്റഡി മോഡും ഉണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്യാമറയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ആക്സസറീസ് വേറൊരു കുഞ്ഞ് ബോക്സിലാണ്. ഫസ്റ്റ് നമുക്ക് ക്യാമറ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് DJIയുടെ കുഞ്ഞൻ ആക്ഷൻ ക്യാമറ. കാണാൻ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ആക്ഷൻ ക്യാമാണ്. കേസോട് കൂടിയാണ് ക്യാമറ വരുന്നത്. അപ്പോൾ ക്യാമറ വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു ഫീല് ആണ് തോന്നുന്നത്. സർക്കുലർ ലെൻസും മുന്നിലെയും പിന്നിലെയും സ്ക്രീൻ സെറ്റിങ്സും ഒക്കെ നൈസായിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സസറീസ് ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ളത് കൂടി നോക്കാം. ഒരു ഫ്ലാറ്റ് മൗണ്ട് ഉണ്ട്, പിന്നെ ഒരു ടൈപ്പ് C കേബിൾ, പിന്നെ ഒരു സർക്കുലർ മൗണ്ട്, പിന്നെ ഒരു ബാറ്ററി കേസിനുള്ളിൽ തന്നെയാണ് ബാറ്ററി എന്ന് പറയുന്നത് ഒരു 1300 mAh ബാറ്ററിയാണ്. പിന്നെ ഉള്ളത് യൂസർ മാനുവൽ, പിന്നെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ ബുക്ക്ലെറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ആക്സസറീസ് എന്ന് പറയാം. അപ്പോൾ ബാറ്ററി ക്യാമറയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ക്യാമറ സ്റ്റാർട്ടായി. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ DJIയുടെ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്ക്രീനാണ് നെക്സ്റ്റ് വരുന്നത്. ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നത് ഡേറ്റ് ആൻഡ് ടൈം ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. മോശമല്ലാത്തൊരു ടച്ച് റെസ്പോൺസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. മെമ്മറി കാർഡ് ഇൻസെർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഉടനെ തന്നെ ഞാൻ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.